ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയാണ്, സിമ്പിളായുള്ളൊരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫ്രൈ പാനിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിക്കുക. അതായത് 250 ml ഒരു കപ്പ് വെള്ളം ഒഴിക്കുക. അതിലേക്ക് നമുക്ക് എണ്ണ വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ നെയ്യോ എന്ത് വേണമെങ്കിലും, എണ്ണയോ നെയ്യോ വേണമെങ്കിൽ ചേർക്കാം. എണ്ണ ചേർക്കുന്നതിനെക്കാട്ടിൽ നെയ്യ് ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ട് എല്ലാവരും നെയ്യ് തന്നെ ചേർക്കാൻ ശ്രമിക്കുക, എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അതിനുശേഷം അതൊന്ന് മെൽറ്റ് ആകുന്നിടം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മെൽറ്റ് ആവട്ടെ. അതിനുശേഷം നമുക്ക് അതിലേക്ക് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് അതൊന്ന് അലിയുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളമെടുത്ത അതേ അളവിൽ 1 കപ്പ് റവ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ വെള്ളമെടുത്ത അതേ അളവിൽ തന്നെ ചേർക്കണം. എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് ശരിക്കും വെറും സിമ്പിളായ റെസിപ്പിയാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അതും വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. നമുക്ക് എന്നിട്ട് ഇതൊരു അടപ്പ് വെച്ച് അടച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് ഈ വെന്ത റവ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് ശരിക്കും സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നെയ്യും കൂടെ 1 സ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക. അന്നേരം നമുക്കൊരു ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ബോളായിട്ട് കിട്ടണമെങ്കിൽ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബോൾ ഷേപ്പിൽ, റൗണ്ട് ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ട് അതിന് നമുക്ക് കുഞ്ഞുരുളകളായിട്ട് ഓരോരോ ബോൾ ഷേപ്പിൽ നമുക്ക് ഉരുട്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ശരിക്കും ഇത് നല്ല ടേസ്റ്റിയാണ്. റവയാണെന്ന് ഒരിക്കലും പറയില്ല. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മൾ വെളിയിൽ നിന്ന് ചീറ്റോസൊക്കെ വാങ്ങുന്ന പോലെ അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും. കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിരിക്കും. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ആ ബോൾസ് റൗണ്ട് ഷേപ്പിൽ ആക്കിയിട്ടുണ്ട്. അതിന് നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അത് ഫ്രൈ ആവുന്നിട വരെ വെയിറ്റ് ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം, ഇല്ലെങ്കിൽ ചാറ്റ് മസാല, അങ്ങനെ ടേസ്റ്റിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ടെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.